BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്താണ് BBA? ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെന്റ്, ബിസിനസ്, കൊമേഴ്സ് തുടങ്ങിയ മേഖലയിലേക്കുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ് ഈ കോഴ്സ് എന്ന് പറയാം. +1 +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം പഠിച്ചവർക്കും നല്ലൊരു കരിയർ ഓപ്ഷൻ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് BBA ഏവിയേഷനും BBA ലോജിസ്റ്റിക്സും എന്ന് പറയാം. BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന കോഴ്സ് എന്താണ്? ഇത് പഠിച്ചാലുള്ള ജോലി സാധ്യതകൾ എങ്ങനെയാണ്? ഇത് പഠിക്കാനുള്ള നല്ല കോളേജുകൾ ഏതൊക്കെയാണ്? അംഗീകാരമുള്ള പ്ലേസ്മെന്റ് ഉള്ള കേരള, തമിഴ്നാട്, കർണാടകയിൽ വരുന്ന ബെസ്റ്റ് കോളേജ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടക ഭാഗത്തേക്കൊക്കെ നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് എൻ്റെ വാട്സ്ആപ്പ് നമ്പറാണ്. BBA ഇൻ ഏവിയേഷൻ നോക്കിയാൽ BBA 3 വർഷത്തോടൊപ്പം തന്നെ ഏവിയേഷൻ ആഡ് ഓൺ പഠിച്ച സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. BBA ഏവിയേഷനിൽ പ്രധാനമായും കവർ ചെയ്യുന്നത് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്, ഇൻട്രൊഡക്ഷൻ ടു ഏവിയേഷൻ ഇൻഡസ്ട്രി, ബിസിനസ് മാത്തമാറ്റിക്സ്, ബിസിനസ് അക്കൗണ്ടിംഗ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, എയർപോർട്ട് ഫംഗ്ഷൻസ് ഓഫ് എയർലൈൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, റിസർച്ച് മെത്തഡോളജി, കാർഗോ ഹാൻഡ്ലിംഗ്, HRM അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് മാനേജ്മെന്റ് തുടങ്ങിയവയാണ് ഈ കോഴ്സിൽ അടങ്ങിയ സിലബസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളേറെയുള്ള കോഴ്സ് തന്നെയാണ് BBA ഏവിയേഷൻ എന്ന് പറയുന്നത്. BBA കഴിഞ്ഞ് MBA പഠിക്കുന്നതും ജോലിയിൽ പ്രൊമോഷൻ, സാലറി ഹൈക്ക് ഉണ്ടാവാനും ഏറെ സാധ്യതകളാണ്. ബിസിനസ് രംഗത്തും ഏവിയേഷൻ രംഗത്തും നല്ലൊരു കരിയർ കിട്ടാൻ BBA ഏവിയേഷൻ പഠിച്ചവർക്ക് സാധ്യതകൾ ഒട്ടനവധിയാണ്. ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് എയർപോർട്ട്സ്, എയർലൈൻസിലും എയർക്രാഫ്റ്റ് ഇൻഷുറൻസ് കമ്പനികളിലും ഫ്ലൈറ്റ് സ്കൂളുകളിലും സെയിൽസ് ആൻഡ് അഡ്വർടൈസിംഗ് കമ്പനികളിലും അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ബിസിനസ് ഓർഗനൈസേഷനിലും തുടങ്ങിയ മേഖലകളിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെയേറെയാണ്. അതോടൊപ്പം തന്നെ BBA ഏവിയേഷൻ പഠിച്ചവർക്ക് എയർപോർട്ട് മാനേജറായിട്ടും എയർലൈൻ കോൺട്രാക്ടിംഗ് മാനേജറായിട്ടും അസിസ്റ്റന്റ് എയർപോർട്ട് മാനേജറായിട്ടും ക്രെഡിറ്റ് കൺട്രോളർ മാനേജറായിട്ടും കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ടും കാർഗോ മാനേജറായിട്ടും ഗ്രൗണ്ട് സ്റ്റാഫ് മാനേജറായിട്ടും ഫ്ലൈറ്റ് അറ്റൻഡന്റ്, അതുപോലെ HR മാനേജർ, അതുപോലെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, ഏവിയേഷൻ ഇൻഡസ്ട്രി മാനേജർ, ബ്രാഞ്ച് മാനേജർ തുടങ്ങിയ ഒത്തിരി കരിയർ ഓപ്ഷനുകളാണ് ഈ കോഴ്സ് പഠിച്ചവർക്കുള്ളത്. ഇനി BBA ലോജിസ്റ്റിക്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കൊമേഴ്സ് സ്ഥാപനങ്ങൾ വിപണി കീഴടക്കിയതോടെ വളരെ ഡിമാൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കരിയറാണ് ലോജിസ്റ്റിക്സിൻ്റെത്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായ റോ മെറ്റീരിയൽസ് എത്തിക്കുന്നത് മുതൽ ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുന്നത് വരെയുള്ള, അതായത് ആവശ്യക്കാരുടെ കയ്യിലേക്ക് അത് ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള മൊബിലിറ്റി മാനേജ്മെന്റ് എന്നതാണ് ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടലിലും കരയിലും ആകാശത്തിലും ലോജിസ്റ്റിക്സിന്റെ സാധ്യതകൾ വ്യാപിച്ചു കിടക്കുന്നു. ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് മേഖലകളിലും കൊമേഴ്സ് മേഖലകളിലുമൊക്കെ ജോലി നോക്കുന്നവർക്ക് ലോജിസ്റ്റിക്സ് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെ. BBA ഏവിയേഷനും ലോജിസ്റ്റിക്സും ടോട്ടൽ 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമാണ്. 2.5 ലക്ഷം മുതൽ 4-4.5 ലക്ഷം വരെ ടോട്ടൽ ഫീസിൽ കേരളത്തിലും പുറത്തും പഠിക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സ് തന്നെയാണ് BBA ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ മേഖലയിൽ അത്രമേൽ സ്കോപ്പുള്ള കോഴ്സാണ് BBA ലോജിസ്റ്റിക്സ് എന്ന് പറയാം. ഇപ്പോൾ ആഫ്റ്റർ പ്രൊഡക്ഷൻ ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ അയക്കുന്നത് ബൈ എയറോ, ബൈ ഫ്ലൈറ്റോ, അല്ലെങ്കിൽ ബൈ റോഡോ, അതും അല്ലെങ്കിൽ കപ്പലിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ട്രാക്ക് ചെയ്യുന്നതും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പഠിച്ചവരായിരിക്കും. തീർച്ചയായിട്ടും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടക, ബാംഗ്ലൂരു ഭാഗത്തേക്ക് നിങ്ങൾ BBA അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. ഇത് എൻ്റെ വാട്സ്ആപ്പ് നമ്പറാണ്. ഉത്തരവാദിത്തത്തോടെ നിങ്ങൾ നല്ല പ്ലേസ്മെന്റും ഫെസിലിറ്റീസും ഉള്ള കോളേജുകളാണ് നോക്കുന്നതെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ എന്നെ തന്നെ കോൺടാക്ട് ചെയ്യൂ. പുതിയ കോഴ്സും പുതിയ വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി.